അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, രണ്ട് ചോദ്യം ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഒരേ മറുപടിയാണ്. അള്ളാഹുവിനെ നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളൊന്ന് അല്പം ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവൻ പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നവരാകണം. എങ്കിലേ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ബഹുമാനികളെ, മൂന്നാമതൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ചോദിക്കുവാനുള്ളത്, അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭ്യമാക്കുവാൻ എന്താണ് നമുക്ക് ചെയ്യുവാനുള്ളത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ കണ്ടെത്താൻ സാധിക്കും, പരിശുദ്ധ ഹദീസിലൂടെ കണ്ടെത്താൻ സാധിക്കും. അള്ളാഹു അവൻ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ 4-5 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു തഖ്വ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു നന്മ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ ഏതൊക്കെ വിഭാഗത്തിലുണ്ടോ ആ വിഭാഗത്തിൽ നാം ഉൾപ്പെടുവാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ളാലിമീൻ, ഇത്തരത്തിലുള്ള ചില ആയത്തുകൾ നമുക്ക് കാണാം. അക്രമികൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അതിർലംഘിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് എങ്ങനെ കരസ്ഥമാക്കാം എന്ന് മനസ്സിലാക്കാം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ ഇങ്ങനെ സൂചിപ്പിക്കുന്നു, വ ഇന്ന അഹബ്ബൽ അഅമാലി, അമലുകളിൽ വെച്ച് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് അദ്വമുഹ, ആ അമലുകളിൽ നിത്യമായി ചെയ്യുന്നവയാണ്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. റമദാനിൽ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്തു പോന്നിരുന്നു. ആ കർമ്മങ്ങൾ വീണ്ടും നമ്മൾ തുടർന്ന് കൊണ്ടുപോകുവാൻ ശ്രമിക്കണം. പെരുന്നാളോടുകൂടി മടക്കി വെക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാനിൽ ധാരാളമായി സുന്നത്തുകൾ നമസ്കരിച്ചിരുന്നു. റമദാനിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചതുപോലെ തന്നെ റമദാനിൽ നമ്മൾ ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്തിരുന്നു. റമദാനിൽ ഒട്ടേറെ നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു, വിശുദ്ധ ഖുർആൻ്റെ പാരായണം വർദ്ധിപ്പിച്ചിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ വീണ്ടും തുടർന്ന് കൊണ്ടുപോവുക. ഒരു ദിവസം നമ്മൾ ഒരുപാട് പാരായണം ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് നമസ്കരിച്ചു, പിന്നീട് കുറേ നാളുകൾക്ക് ആ നമസ്കാരങ്ങൾ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ പിന്നീട് ഖുർആൻ ഓതാതെയായി. ഇതിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അല്പമാണെങ്കിൽ പോലും കൃത്യമായി തുടർന്ന് കണ്ടിന്യൂ ആയി കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബഹുമാനികളെ, റമദാനിൽ നമ്മൾ ചെയ്തിരുന്ന അമലുകൾ അല്പമായിട്ടെങ്കിലും തുടർന്ന് കൊണ്ടുപോകുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുന്ന ദാസന്മാരിൽ നമ്മയും നമ്മുടെ കുടുംബ സന്തതി പരമ്പരകളെയും ആക്കി തീർക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.